വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇനോ സ്റ്റോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇതുപോലൊരു സാറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഈ സാറ്റിൻ്റെ ക്ലോത്ത് നമുക്ക് ടെക്സ്റ്റൈലിലൊക്കെ അവൈലബിൾ ആണ്. അത് ഞാൻ ജസ്റ്റ് നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് ഈക്വൽ സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒരു ഹാഫ് പീസ് നമ്മുടെ ഇരുന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. എന്നിട്ട് ആദ്യം ജസ്റ്റ് രണ്ടായിട്ട് മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്ത് അയൺ ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഹൊറിസോണ്ടലായിട്ട് രണ്ടായിട്ട് മടക്കുന്നുണ്ട്, വെർട്ടിക്കലായിട്ടും രണ്ടായിട്ട് മടക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം നമ്മൾ ഈ അയൺ ബോക്സ് നമ്മൾ ചൂടാക്കിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മണ്ടയ്ക്കൊന്ന് വെച്ചതിന് ശേഷം നമ്മുടെ അത് കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചുരുട്ടി കൊടുക്കുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സൂചിയും നൂലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ അതങ്ങനെ ഇരുന്നോളും. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സാധാരണ ത്രെഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചുറ്റി അങ്ങ് കെട്ടിക്കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു സാറ്റിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് നമുക്ക് ഈ നൂലുകളൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കും. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിൻ്റെ സൈഡ് വശം ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. സൂക്ഷിച്ച് ഉരുക്കണം, കാരണം ഇത് പെട്ടെന്ന് തീ പിടിക്കുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പം ഇതുപോലെ ഓർഗൻസയുടെ ഒക്കെ തുണികളാണെങ്കിൽ സാധാരണ കടകളിലൊക്കെ നമുക്കിത് റണ്ണിങ് മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റൈലൊക്കെ പോകുമ്പോൾ ചോദിച്ചു നോക്കിയാൽ നല്ല ക്വാളിറ്റിയുള്ള സാറ്റിൻ ക്ലോത്ത് എടുക്കണമെന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതുപോലെ അപ്പം നമ്മുടെ ബോ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന അടിവശം ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന കുറച്ച് ബീഡ്സ് എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു സംഭവം ചെയ്യുന്നതിന് ഫെവി ബോണ്ടിൻ്റെ പശയ്ക്ക് പകരം നിങ്ങൾ ഫാബ്രിക് ഗ്ലൂവോ ഫെവിക്കോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുക. കാരണം ഫെവി ബോണ്ടിൻ്റെ പശ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പശ ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു എന്തെങ്കിലുമൊക്കെ കുറച്ച് എന്താണ് ആ പശ ഒട്ടിച്ചതായിട്ട് നമുക്കത് അറിയാൻ പറ്റും. ഇപ്പോൾ ഫാബ്രിക് ഗ്ലൂ ഒക്കെ ആകുമ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നം വരത്തില്ല, അത് ഇൻവിസിബിൾ ആയിട്ട് അത് ഇരുന്നോളും. അപ്പം ഇപ്പം എൻ്റെ അത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഫെവി ബോണ്ട് വെച്ച് സൂക്ഷിച്ചിങ്ങനെ ഒട്ടിക്കുകയാണ്. അപ്പം നല്ല രീതിയിൽ പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക, ഇളകി പോകാതെ. എന്നിട്ട് ഈ കുഞ്ഞു കുഞ്ഞു മുത്തുകളും നമ്മളിതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ അക്രിലിക് ആയിട്ടുള്ള ബീഡ്സ് ആട്ടോ ഇത്. അല്ല നല്ല ബീഡ്സ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കൂടുതലും കണ്ടിട്ടുള്ള ഇങ്ങനത്തെ സാധാരണ നമ്മൾ ബ്ലൗസയിലും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ഒട്ടിക്കുന്ന ഡ്രസ്സിലൊക്കെ ഒട്ടിക്കുന്ന ടൈപ്പ് ഇതാണിത്. പല കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന കടകൾ ഏതാണെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് വാങ്ങിക്കാം. അപ്പം നമ്മൾ ഇതുപോലെ ബീഡ്സ് എല്ലാം ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ അയൺ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ സാറ്റിന് ഓർഗൻസിന് എനിക്കൊന്നും അയൺ ചെയ്യാൻ പറ്റത്തില്ല, അത് ഭയങ്കര നാരോ ആയിട്ടുള്ള തുണിയല്ലേ. അപ്പം നമ്മൾ ഈ സാറ്റിനൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും അതെന്ന് പറഞ്ഞേക്കുന്നത് ഒഴുകി കിടക്കുന്നതായതുകൊണ്ട് നമ്മൾ കയ്യിൽ പിടിച്ചാൽ നിൽക്കത്തില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി അയൺ ബോക്സ് ഒന്ന് ചൂടാക്കിയിട്ട് ജസ്റ്റ് അതിൻ്റെ മണ്ടയ്ക്കോട്ടൊന്ന് തൂത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കത് കറക്റ്റായ ഒരു ഇതിന് നമുക്ക് കിട്ടും. അപ്പം നമ്മൾ ഇതുപോലെ ബീഡ്സ് എല്ലാം ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മേളിലും താഴെയും സൈഡ് രണ്ടിടത്തുമായിട്ടും ഒക്കെ നമുക്കിത് ചെയ്തെടുക്കാം. അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇനി റേറ്റ് എങ്ങനെയാണ് ഇടുന്നതെന്നുള്ളത്. റേറ്റ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. റേറ്റ് ഞാൻ പറയുന്ന പോലെ തന്നെ നമുക്ക് എത്രയാണോ നമ്മുടെ ഹാർഡ് വർക്ക് എത്രയാണോ നമുക്ക് എത്രയാണോ എക്സ്പെൻസ് വരുന്നത്, നമ്മുടെ ഡെലിവറി ചാർജ് എത്രയാണോ അതിന് നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ട്, അതൊക്കെ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മുടെ ബോ സെറ്റായിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു പേൾസ് വെച്ചിട്ടുള്ള ബോ ചെയ്യുന്നത്. ഇനി നമുക്ക് നടുക്കാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ഒരു ത്രെഡ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്നെങ്കിൽ ആ ഒരു സെയിം തുണി എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലൊരു എന്തെങ്കിലും ഒരു ലേസോ അല്ലെങ്കിൽ സാറ്റിൻ്റെ റിബണോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു അലിഗേറ്റർ ക്ലിപ്പിലോ അല്ലെങ്കിൽ ബണ്ണയിലോ ഒക്കെ നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ആ ഒരു സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ റേറ്റൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാർക്കറ്റ് റേറ്റും വെബ്സൈറ്റ് റേറ്റും ഒക്കെ നോക്കി നിങ്ങൾ ഇടുക. നിങ്ങളുടെ ഹാർഡ് വർക്കും എക്സ്പെൻസും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര ചിലവാകുന്നു അതൊക്കെ നോക്കി ലാഭമൊക്കെ നോക്കി നിങ്ങൾ റേറ്റ് ഇടുക. അപ്പം ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്, എനിക്കത് പറഞ്ഞു തരാൻ അറിയത്തില്ലാത്തതുകൊണ്ടാണ്. അപ്പം നമ്മുടെ ആ ഒരു ബോ സെറ്റായിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു ബോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യൽ മെഷീൻ ഇല്ല നമുക്ക് ഇതുപോലെ ഒരുപാട് ബോസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. താങ്ക്